മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫെബ്രുവരി 7-ാം തീയതി സഭ ഇന്ന് വിശുദ്ധ ഗോൺസാലോ ഗാർസിയയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വെള്ളിമധ്യേ നമ്മൾ ധ്യാനിക്കുന്ന ദൈവത്തിന്റെ സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം ബുദ്ധി കൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്, ഹൃദയം കൊണ്ടാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈ 2 പേരായി അയച്ചത് യേശുവിന്റെ ശിഷ്യന്മാർ തിരിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഈശോയ്ക്ക് മനസ്സിലായി അവർ ക്ഷീണിതരാണ്, അവർക്ക് വിശ്രമം വേണം. ഈശോ അതുകൊണ്ട് അവരെ വിശ്രമത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. എന്താണ് ഈശോ ആഗ്രഹിക്കുന്ന ഒരു വിശ്രമം? എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. ദൈവം പറയുന്ന വിശ്രമത്തെ കുറിച്ച്, ദൈവം നൽകുന്ന ഒരു വിശ്രമത്തെ കുറിച്ച്. 127-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ? തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നുവെന്ന്. ഈശോ നൽകുന്ന വിശ്രമം എന്ന് പറയുന്നത്, കർത്താവ് തരുന്ന റെസ്റ്റ് എന്ന് പറയുന്നത്, അവന്റെ അടുത്ത് വേറെ ഒരു ഭാരവുമില്ലാതെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നതാണ് വിശ്രമം. വേറെ ഒരു ഭാരവുമില്ലാതെ കർത്താവിന്റെ അടുത്ത് സമാധാനത്തോടുകൂടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ് വിശ്രമമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വായിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അവന്റെ വാഗ്ദാനങ്ങളിൽ ദൈവവിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കരുതെന്നാണ് പറയുന്നത്. തിമോത്തിയർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കില്ല. ഈശോ നൽകുന്ന വിശ്രമത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ശാന്തമായിട്ടിരുന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടെ നിന്ന് ആരും അവരെ പിടിച്ചെടുക്കില്ല, പറിച്ചെടുക്കില്ല. ആരും അവരെ അവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്നാണ് വചനം പറയുന്നത്. അവന്റെ അടുത്ത് വന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയുടെ അടുത്ത് വന്ന് ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അവൻ നൽകുന്ന വിശ്രമം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈശോയും ശിഷ്യന്മാരും വിശ്രമത്തിന് വേണ്ടി തന്റെ ശിഷ്യന്മാരെ കൂട്ടി അക്കരയ്ക്ക് ചെല്ലുമ്പോൾ ഇതാ ജനം മുഴുവനും കരയിലൂടെ ഓടി അവിടെ വന്നിരിക്കുന്നു. ഈശോയ്ക്ക് ആ ജനത്തെ കണ്ടപ്പോ അവർക്ക് അനുകമ്പയാണ് ഈശോയ്ക്ക് തോന്നിയത്. സുഹൃത്തെ, ഞാനോ നീയോ ആണെങ്കിൽ ഒത്തിരിയേറെ ക്ഷീണിച്ചിരിക്കുമ്പോ വീണ്ടും ഒരു കൂട്ടം ആളുകൾ നമുക്കൊരു വിശ്രമമില്ലാതെ നമ്മൾ ശല്യപ്പെടുത്തുമ്പോ ആ ജനത്തോട് എനിക്കും സുഹൃത്ത് നിനക്കും തോന്നുക നീരസമല്ലേ? എന്നാൽ യേശുവിന് തോന്നുന്നത് അവരോട് അനുകമ്പയാണ്. ജഡത്തിൽ നിന്നാണ് നീരസം ഉണ്ടാകുന്നത്, ഹൃദയത്തിൽ നിന്നാണ് അനുകമ്പ ഉണ്ടാകുന്നത്. ഈശോയുടെ വചനം എന്ന് പറയുന്നത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെയൊക്കെ ദൈവത്തിന്റെ വചനം നമ്മുടെയൊക്കെ ജഡത്തിൽ നിന്ന് വരുമ്പോ നമുക്ക് നീരസം തോന്നും, നമുക്ക് ദേഷ്യം തോന്നും, നമുക്ക് വെറുപ്പ് തോന്നും. എന്നാൽ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ വചനം നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന്. ഇന്നേ ദിവസം സ്വർഗം നമ്മളോട് പറയുന്നു, നീ ശാന്തമായിട്ട് എന്റെ അടുക്കൽ വന്നിരിക്കാം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നില്ലേ, നീ ശാന്തമായിരിക്കാം, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാമെന്ന വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിലൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് അല്പനേരം എനിക്കും നിനക്കുമൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആശ്വാസം നമ്മൾ അനുഭവിക്കും. നമ്മുടെ വേദനകൾക്കൊക്കെ ഒത്തിരിയേറെ ശമനമുണ്ടാകും.
ഈശോ നമ്മളെ ആശ്വസിപ്പിക്കും. ഇന്നിന്റെ ദിനത്തിന്റെ എല്ലാ നന്മകളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.